സുഹൃത്തുക്കളെ, അപ്പം ഞങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഷാദി മസ്തി എല്ലാവരും ഏറ്റെടുത്തു. അതുപോലെ തന്നെ ഷാദി മസ്തിൻ്റെ അത്ര പ്രൊഡക്ഷനും പരിപാടിയൊന്നും ഇല്ലെങ്കിലും ഈച്ചുവിൻ്റെ കരിയറിൽ ഫസ്റ്റ് ഒറിജിനൽസ് അല്ലേ, സെക്കൻഡ് ഒറിജിനൽസ് ഈച്ചുവിൻ്റെ പുതിയ പാട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ ഈച്ചു മുത്തും കൂടി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും പുതിയ പാട്ട് ചാമ്പക്ക എന്നുള്ളതാണ് പാട്ടിൻ്റെ പേര്. ഓളുടെ ചാമ്പക്ക ചുണ്ടും നല്ല ചെമ്പഴുക്കാമുക്കും എന്റെ ചങ്കുടച്ച് മുളകിട്ട് വെച്ചൊരു മുഹബത്തച്ചാറ് എരിയും മുഹബത്തച്ചാറ്. അപ്പോൾ ചാമ്പക്ക മസ്റ്റായിട്ട് എല്ലാവരും കേൾക്കുക. ഉണ്ടായിരുന്നു ഈച്ചു പാടി എന്നുള്ളത് മസ്റ്റായിട്ടും. ഇതാ ചാമ്പക്ക ബൈ ഈച്ചു എന്ന് അടിച്ചാൽ, ചാമ്പക്ക സോങ് എന്ന് അടിച്ചാൽ ഇതാ എല്ലാവരും കാണുന്നതിൻ്റെ ഒപ്പം തന്നെ മസ്റ്റായിട്ടും പോവാ കാണുക. ചാമ്പക്ക സോങ് എന്ന് അടിച്ചാൽ ഈച്ചുവിൻ്റെ പാട്ട് ഇവിടെ കാണട്ടോ. അപ്പോൾ നേരെ ചാമ്പക്കൻ്റെ പേജിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഒരു കമൻറ്റ് ചെയ്യുക. ഇപ്പം 1300 കമൻറ്റായി. അത് നമ്മൾ 2000-3000 കമൻറ്റുകളാക്കി നമ്മളെ ഓഡിയൻസ് മാറ്റണമേ എന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. സോ മസ്റ്റായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഈച്ചുവിന് എല്ലാവരും സപ്പോർട്ട്. അപ്പോൾ ഈച്ചു ഫസ്റ്റായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇനിയും ഒരുപാടധികം സാധനങ്ങൾ ഈ വർഷം വരാനുണ്ട്, വരും മാസങ്ങളിൽ വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ഈച്ചുവിൻ്റെ പാട്ട് കേൾക്കുക. എല്ലാവരും മസ്റ്റായിട്ടും കമൻ്റ് ഇട്ടതിന് ശേഷം വ്ളോഗിലേക്ക് കിടക്കാം. താങ്ക് യു സാർദരെ. ഏവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ശനിയാഴ്ച വളരെ മംഗളമായ രീതിയിൽ ആരംഭിക്കണം, ജനുവരി നല്ല മംഗളമായ രീതിയിൽ അവസാനിപ്പിക്കണം, ഫെബ്രുവരി നല്ല തുടക്കമാവണം എന്നുള്ളത് ഞങ്ങളെല്ലാവരെയും ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കണ്ടു കഴിയുമ്പം കൊച്ചിയിലുള്ളവരാണ് നിങ്ങളെല്ലാവരും എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ, അതായത് ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മൾ വൈറ്റില കൊച്ചിയിലുണ്ടാവും. നമ്മുടെ തന്നെ ഷോറൂമായിട്ടുള്ള ഖുറാനി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നമ്മുടെ വാഹനത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ കൂടെ പോപ്പ് സ്റ്റാർ രാധേട്ടൻ നമ്മളെ കൂടെ രാവിലെ 8 മണിക്ക് തന്നെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. പ്രമുഖ വേദികളിൽ റാപ്പേഴ്സ് പോലും തോറ്റുപോകുന്ന രീതിയിലുള്ളൊരു കോസ്റ്റ്യൂമാണ് യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂമാണ് രാധേട്ടൻ ഇപ്പോൾ ഇന്ന് ധരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ രാധേട്ടൻ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പാലാമടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? സൂര്യകാന്തി അതായത് സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കണം പാലാമടം. സൂര്യകാന്തി കൃഷിയുണ്ട്, മല്ലികയുണ്ട്, വത്തക്കുണ്ട്. ഈ 3 സാധനങ്ങൾ കൃഷി ചെയ്തിട്ട്. അപ്പോൾ ഈ കൃഷി കാണാൻ പോവാണ് നമ്മൾ. ഓക്കെ. ഷൂസ് സൂപ്പർ ഷൂ ആണല്ലോ. അതൊക്കെ ഉണ്ട്. ഷൂ എൻ്റെ അടുത്ത് പോലും ഇല്ല കേട്ടോ. പിന്നെ രാധേട്ടൻ വൈൽഡ് ലൈഫ് അല്ലേ? ആന, കുതിര, ആന, കുതിര, മറ്റേ വൈൽഡ് മൃഗങ്ങളെ മെരുക്കുന്ന ആൾക്കാർ വൈൽഡ് ലൈഫിൽ പെട്ട ആൾക്കാരാണ്. പോവല്ലേ? നമ്മളെ VM സാദിഖ് അലിക്കൊക്കെ കാട്ടിനുള്ളിൽ കയറുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഉണ്ടോ? അത് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. ആ സ്റ്റൈലാ പിടിക്കാൻ പറ്റുള്ളൂ. അറിയണവർക്ക് ആണോ? അങ്ങനെ മൂപ്പരോടുതല്ലേ ഞങ്ങൾക്ക് ആർമി നേരിട്ട് ഇതിനൊക്കെ വല്ല ഉപകാരമൊന്നും തരില്ല. ആർമി പക്ഷേ നമുക്ക് അങ്ങനെ പറ്റിയ പണിയാണ് നമുക്ക്. അല്ലല്ല, ഞാൻ പറയും മോനോ, ഈ ധീരതക്കുള്ള അവാർഡ് പണ്ടുണ്ടെങ്കിൽ ഒന്നത് രാധേട്ടനുണ്ട്. ഉറപ്പല്ലേ? മറ്റേ എപ്പോഴാ കൊടുത്തീനി രാഷ്ട്രപതിന്റെ അടുത്ത് നിന്നൊക്കെ അത് ഏറ്റുവാങ്ങണ ആ സീനൊക്കെ. അന്ന് ഈ സാധനമില്ല, ധീരത അവാർഡില്ല. ഇപ്പോഴാണ് ഇറങ്ങിയത്. ജസ്റ്റ് മിസ്. ഇഷ്ടാണ്. ഈ സൂര്യകാന്തി എവിടെ കൃഷി ചെയ്താലും ഉണ്ടാവുമോ? എല്ലാ സ്ഥലത്തും ഉണ്ടാവും. വെള്ളം പക്ഷെ ചില മണ്ണിലുണ്ടാവില്ലല്ലോ സൂര്യകാന്തി ഒന്നും. ഊട്ടിയിൽ മാത്രമേ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. നേരത്തെ കണക്കൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വേങ്ങപ്പാലത്തുണ്ടായിരുന്നു, ഇവിടെ ഇപ്പോൾ പാലാമരത്തിൽ നടുവത്തുണ്ടായിരുന്നു. അപ്പോൾ ആണെന്ന് വിചാരിച്ചാല് നമുക്ക് അവിടെ ഉണ്ടാക്കാം. സൂര്യകാന്തി വേരിലും കായ്ക്കും. നടണോന്റെ കൈ പോലെ ഇരിക്കും. സംസാരിക്കുമ്പോ അങ്ങനെയായി. സിറ്റുവേഷൻ അനുസരിച്ച് മൈക്ക് ഉണ്ട്, വ്ളോഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരും, അഡാപ്റ്റ് ആയി വരിക. ഹായ് ഗായ്സ്, അതിനാണ് നമ്മളെങ്ങോട്ടാ പോണേ? സൂര്യകാന്തി സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത് എന്തിൽ നിന്നാണ്? സൺഫ്ലവറിന്ന് അല്ല, സൂര്യകാന്തിന്ന്. സൂര്യകാന്തിന്നോ?
സൺഫ്ലവർ പൂവുന്നോ? ആ പൂന്ന് അപ്പൊ സൺഫ്ലവർ സീഡോ? മണ്ണെന്ന് മണ്ണെന്ന്. ഏത് സ്കൂളിലാണ് പോയത്? ഏത് സ്കൂളിലാണ് പോയത്? അല്ല ഞാൻ പിന്നെ മഴയപ്പോൾ കയറിയാണുള്ളൂ. കറക്റ്റ് ഉത്തരാ. സൺഫ്ലവർ സീഡ് അങ്ങനെ തന്നെയാ. ഈച്ചു എടുത്താളേ. ഈച്ചു എവിടെ തട്ടും? ആ നമ്മളെ നാട്ടിൽ അങ്ങനെ ഫ്ലവർ ഷോ മുമ്പ് നടന്നിക്കണോ? തേങ്ങാപ്പരത്തെ വേങ്ങാപ്പരത സൺഫ്ലവറിന്റെ തീർന്നിട്ടേ പൊട്ടിക്കല്ല് ബ്ലോക്ക് ആയിനല്ലോ. ചുള്ളിയോട് കൂടെ കുറച്ച് കൂടുതലല്ലേ? ശകലം ജാസ്തിയായി. ഇവൻ ഭയങ്കര വിടൽസ് വിടും. ഒന്നുമില്ല വയസ്സായ ആൾക്കാർ ഇവിടെ വേഷവും കരുതുന്നല്ല ദാസേ പറയില്ല. വണ്ടി ഗ്രൗണ്ടിലൊക്കെ ടിപ്പ് വാങ്ങാൻ പാർക്കിങ്ങിന് കൃഷിയില്ലേ? കഴിച്ചോ? എല്ലാരും കയറട്ടെ, ഞാൻ തിരിച്ചിടാം. കയറിക്കോളി കയറിക്കോളി എല്ലാരും കയറിക്കോളി. അപ്പോൾ ഇഫ്ര നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇഫ്ര ഇന്നിട്ടിരിക്കുന്ന ടീഷർട്ട് ഹിൻലെസ് ഒരുക്കുന്ന ഹിൻലെസിന്റെ ഏറ്റവും പുതിയ ടീഷർട്ട് ഡ്രോപ്പിൽ പെട്ട കാണികൾക്ക് അങ്ങനെ കിട്ടാത്തൊരു ടീഷർട്ടാണ് ഇഫ്ര ധരിച്ചത്. ബൈ ദ ആർട്ടിസ്റ്റ് മേ എടുക്ക എടുക്ക എടുക്ക. ഈച്ചോ അതിൽ കയറിക്കോളി. കയറിക്കാണി. ആ പോട്ടെ പോട്ടെ പോട്ടെ. അവിടെ ഒരു പന്തൽ ചില സ്ഥലം ഉണ്ടല്ലോ, കയറിക്കോളി. വേഗം കയറി വേഗം കയറി ബസ്സിൽ കയറി. ഇപ്പെടുക്കും ഇപ്പെടുക്കും എടുത്തയച്ചോ. ഡോറയെ പിടിച്ചോണ്ട് പണമുള്ള പൂർണ്ണുള്ളി മുടി ചുടി മണിക്കുട്ടി നീ എന്റെ ശ്രുതിനം ജ്യോതി ചേച്ചിനെ കേട്ടാണല്ലേ? ഓ അതിനെന്താ കുഞ്ഞാ അവിടെ കൊള്ളൂല. അടക്ക അടക്ക അടക്ക. ബാക്ക് എടുത്തോ ബാക്ക് എടുത്തോ ബാക്ക് എടുത്തോ ബാക്ക് എടുത്തോ. പക്ഷേ 12:30 ആ ആ നമുക്ക് പോവാനേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ നമ്മൾ യാത്ര പുറപ്പെടുകയായി. സൂര്യകാന്തി തോട്ടം, പാലാമടത്തുള്ള സൂര്യകാന്തി തോട്ടം കാണണമെന്നുള്ളൊരു ആസൈന പെരിയ ആസൈ. അപ്പോൾ രാധേട്ടൻ്റെ ടീമിനെയും കൂട്ടിക്കൊണ്ട് പാലാമടത്തുള്ള സൂര്യകാന്തി തോട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ യാത്ര ചെയ്യുകയായി. കുട്ടികളൊക്കെ പിടിച്ച് ബാക്കി ഇരുത്തിട്ടോ. പക്ഷെ എന്തോ മറന്നോ? അപ്പൊ നമ്മളെ ഡ്രൈവർ ഈച്ചു, എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ഈച്ചു നമ്മളെ കൂടെ ഉണ്ട്. ഞാൻ പിച്ചിനൊന്ന് സഹായിച്ചോട്ടെ. പിച്ചിനെ സഹായിക്കാനും എന്താ ഞാൻ സംസാരിക്കാൻ ഒന്നും പറയാനൊന്നുമില്ല. വണ്ടി നമ്മളിപ്പോൾ ഓടിച്ച് റെഡിയായി വരുന്നേ ഉള്ളൂ. ഏകദേശം വലിയ കുഴപ്പമില്ല. നമുക്ക് എനിക്കെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഹെവി വണ്ടികളോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ 21 ഹെവി ലൈസൻസ് എടുക്കാമെന്നാണ് ഇൻഷാല്ലാ ഞാൻ വിചാരിക്കുന്നത്. വെറുതെ എടുത്ത് വെക്കുക, അങ്ങനെ പൂതി വരുമ്പോൾ നമുക്ക് ഓട്ടാലോ. അപ്പോൾ ഇതിന് ഹെവിൻ്റെ ആവശ്യമില്ല. ഇത് ഹെവി ഇല്ലാതെ നമുക്ക് ഓടിക്കാം. സാധാ 4 വീലല്ലേ ഉള്ളൂ. അപ്പോൾ സാധാ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ
നമ്മളെങ്ങോട്ടാ പോണ്? നമ്മൾ പാലാപ്പടം എന്തിനാ പോണ്? സൂര്യകാന്തി പൂത്തോട്ടം കാണാൻ. ഓ നമ്മൾ സൂര്യകാന്തി തോട്ടം കാണാനാണ് പോകുന്നത്. വണ്ടി കുറച്ചൊരു ബാക്കൊക്കെ ഒരു നീളം കൂടുതലുണ്ടെന്നുള്ളൂ. കാരണം ഇത് 17 സീറ്റിൻ്റെ ആയതുകൊണ്ട് 4 വീലാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. വണ്ടി വഴിപാടൊന്നും പേടില്ല. എന്തിനാ വെടി വഴിപാട് നടത്തണേ? അത് പല ആവശ്യങ്ങളുണ്ട്. അത് പല നമ്മളെ കട്ടകാലങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അടുത്ത് ക്രിസ്ത്യാനോന്റെ പേരിൽ നടത്തിയാണ് ചെറിയ നമ്മളെ പേരിലാരോ എന്തോ ചെയ്തിനല്ലോ വീഡിയോ ബർത്ത്ഡേക്ക് ഐശ്വര്യം കിട്ടാന്. കോയമുട്ടേമ്മ പണിയെടുത്താൽ മതി. അതല്ല കോയമുട്ടല്ല കൂടോത്രല്ലേ ചെയ്തത്. അയ്യോ ഒരു പെൺകുട്ടി നമ്മളെ എന്താ ചെയ്യാ പുഷ്പാഞ്ജലിയാ? പുഷ്പാഞ്ജലി. അതെന്തിനാ പുഷ്പാഞ്ജലി? അത് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി പറഞ്ഞ് കഴിച്ചാൽ നല്ലൊരു ലെവലിലെത്താൻ വേണ്ടിയിട്ടാണ്. ഐക്യം കൂടാൻ വേണ്ടിയിട്ട്. ഐക്യം കൂടാൻ വേണ്ടിട്ട് അത് ഫലിച്ചു വന്നു. വണ്ടി തന്നെ വാങ്ങി. ഐക്യം കൂടാൻ വേണ്ടിട്ട് ഒരു വണ്ടി തന്നെ വാങ്ങിയ. നമ്മളെല്ലാം നല്ല ഐക്യത്തിലാണ്. ഐക്യമത്യം മഹാബലം ആകെ കേറായല്ലോ പുണ്ണായിട്ട്. ഒരു വാക്ക് കറക്റ്റ് പറയാൻ വയ്ക്കുള്ള കുറച്ച് ദിവസമായിട്ട് ആകെ തെറ്റാ. അന്നാ കോളേജിൽ പോയിട്ട് എന്തൊക്കെ തെറ്റുകളാ വിളിച്ചു പറഞ്ഞേ? ക്ലം എന്നിട്ട് അയമോ ദിവസത്തിൽ ലേശം വാങ്ങി കഴിക്കാം. ആകെ മുറിയായി. ജീരകം കഴിച്ചാൽ അപ്പൊ പെട്ടെന്ന് മാറും. ഞാൻ പറഞ്ഞേ കഞ്ഞി കൊടുക്കാൻ. അപ്പൊ ഇതില് രാഷ്ട്രീയമുണ്ട്. അയമോദക ജീരകം. അപ്പൊ കരിഞ്ജീരകം അതിന്റെ ഏട്ടനാ. കരിഞ്ജീരകോ? ഈ അയമോദക ജീരകം കഴിക്കാൻ എന്താ പ്രത്യേകത അറിയോ? നമ്മളെ നാവിന്റെ ആ പുണ്ണില്ലേ, അവിടെ പെരുന്ന് കയറും കരിയും. അപ്പൊ ഈ അയമോദക സത്തോ? അയമോദക ജീരകം ഞാൻ കേട്ടില്ല. അയമോദക ജീരകം ഞാനും ഇപ്പോഴാണ് കേൾക്കണേ. അത് പുതിയ ഓന്റെ അല്ല, പുതിയ നമ്മളൊന്നും കേൾക്കാത്ത ഓന്നാളെ രാഷ്ട്രീയം വന്നിട്ട് രാവിലെ ഞങ്ങൾ നായിനെ പിടിക്കുക. അപ്പൊ ഓ എല്ലാ നായിനെ കഴിക്കുന്ന പേടില്ല, ഭയമുള്ളൂ. പേടില്ല, ഭയം. മരുന്ന് പറയുമ്പോ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ഫുള്ള് നാടൻ മരുന്നുകളാണ് പറയല്. പുതിയ മരുന്ന് നിങ്ങൾ പുതിയ മരുന്ന് നമ്മൾ പഴയ മനുഷ്യനല്ലേ. ഇംഗ്ലീഷ് മരുന്നുകൾ യൂസ് ചെയ്യില്ല, വെറും പച്ച മരുന്നുകൾ. എന്തൊക്കെ വന്നാലും പാമ്പ് അണലി കടിച്ചെന്ന് എന്താ ചെയ്ത് നമ്മള്? അണലി കടിച്ചതിന് ചെറിയ കൊള്ളിയും വെള്ളം പറഞ്ഞാൽ എന്നെ പിന്നെ നീർക്കോലി അല്ല കടിച്ച. പേടിച്ചിട്ട് ഇറങ്ങാവൂ. പിന്നെ എത്ര നായ്ക്കൾ കടിച്ചതിനും അറിയാം. നമുക്ക് ഒരു യാതൊരു ഇതില്ലല്ലോ. വിഷല്ല നായിണ്ടോ? വിഷമുള്ള നായിട്ട് ഈ വേപ്പളക്കണം. അതിന്റെ മേലൊക്കെ എന്ത് വിഷല്ലേ? പേളകിയ നായി പാമ്പിനെ കാട്ടിലുണ്ട്. നേരെ വിട്ട് മറ്റേ ആ റോഡിലേക്ക് പോക്കാം. അല്ല ഇതിലെ അത് അങ്ങോട്ടാ. ട്രെയിനിന്റെ ഡ്രൈവറായല്ലോ. അവിടുത്തെ ചെക്കനാ. അഭിനന്ദനങ്ങൾ. ഡ്രൈവറായില്ല, ട്രെയിനിങ്ങിലാ. ഡ്രൈവർ ഇപ്പൊ ഞാൻ ഡ്രൈവറല്ലേ, അതുകൊണ്ട് വലിയ കാര്യം. ട്രെയിനോട്ടല്ലേ? അങ്ങനെ മറ്റോ അതേപോലെ ഈ നീർക്കോലി കെട്ടിച്ചാലേ അത്താഴം കഴിക്കരുത് അറിയില്ല. അത് ശരിക്കും ഇറച്ചി കൂട്ടി കഴിച്ചാൽ മതി. അത്താഴം കഴിക്കരുതെന്നൊക്കെ അതൊക്കെ വെറുതെ പറയാം പണ്ടത്തെ ആൾക്കാർ. അല്ല, ഈ പണ്ട് നമ്മളെ സ്കൂളിൽ പോകുമ്പോ ഈ ആന ഓടിയാൽ ഭൂമി കുലുങ്ങുന്ന് പറഞ്ഞു. അല്ല, ഇപ്പം അതിലും വലിയ തീവണ്ടിയാ പോണം, എന്നിട്ട് ഭൂമി കുലുങ്ങില്ലേ. 28 ടൺ, ആകെ ഒരു 3 ടണ്ണ് ഒരു ആന ഉണ്ടാവും. കയറി വന്നു ഇപ്പൊ 28 ടണ്ണ് ലോറി ആയിട്ട് പോകുന്നുണ്ട്, മരം കയറ്റി പോകില്ലേ. പണ്ട് ആന അങ്ങനെ കുറ്റം പറഞ്ഞില്ലേ? അതേട്ടാ, അതുപോലെ ഈ ആന നമ്മളെ പിന്നാലെ കൂടുമ്പോഴേ ഇങ്ങനെ നേരെ ഓടരുത്, വളഞ്ഞോടണം എന്ന് പറയണത്. ആന എങ്ങനെ ഓടിയാലും ആനക്ക് കിട്ടും. വളഞ്ഞോടാനുള്ള ഒഴിവ് കിട്ടണ്ടേ? വളഞ്ഞോടാനുള്ള ഒഴിവ് കിട്ടണ്ടേ? നിലത്ത് നിർത്തിട്ട് സ്റ്റെപ്പ് എടുക്കാൻ ആന
ഇപ്പൊ ഓടിയാണ് എല്ലാം മതിലും ഒക്കെ ചാടിക്കയില്ല മതിലൊക്കെ പൊളിച്ചിടുക അത് പൊളിച്ച് വരുമ്പോഴേക്കും എനിക്ക് എത്തേണ്ടോടത്ത് കൂടെ ശരിയാ. ആന ഓടുമ്പോ ഭയങ്കര സ്പീഡല്ലേ? ഞാൻ സിനിമയിൽ ആനന്റെ ഒപ്പം അഭിനയിച്ചേ. കാട്ടാളല്ലേ ഇറങ്ങണുള്ളൂ. ആ അതിൽ ഒറിജിനൽ ആന. തായ്ലൻഡില് ഇതേപോലെ ട്രെയിനിങ് കിട്ടിയ പട്ടികളൊക്കെ പോലുള്ള ട്രെയിനിങ് കിട്ടിയ ആന, സീനാന. മറ്റേ നമ്മളെ കുത്താനും വരും, നമ്മളെ മേത്തൊട്ടി തട്ടൂല, അങ്ങനെ അഭിനയിക്കണ ആന. പക്ഷെ ആന ആന തന്നെയാണ്. കൊമ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്, ഡേഞ്ചർ ഉണ്ട്. ട്രെയിനിങ് കൊടുക്കും. മനസ്സിലെ ജഗതിന്റെ വെച്ച് ആന കൂടും. ഞാൻ കരുതി നമ്മളെ നാട്ടിലുള്ള പാപ്പാമാരൊക്കെ അതൊക്കെ അവിടെ ഉണ്ട്. പാപ്പന്മാരല്ല, അവിടുത്തെ പാപ്പന്മാരെ ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോ പാന്റ് ഷർട്ട് കിട്ടിയാണ് അല്ലേ? നാട്ടിലത്തെ സ്റ്റൈലില് ഇവിടെ സർക്കസ് വരുമ്പോ അതിലും ഞാനും പാന്റ് ഷർട്ടൊക്കെ സർക്കസ് പോയി ഞാൻ ഭാരത സർക്കസ്, ഗ്രേറ്റ് ഇന്ത്യ സർക്കസ്, ന്യൂസിലാൻഡ് സർക്കസ്, സർക്കസ് അല്ലേ ഏറ്റവും വലുത്? അതതിന്റെ രാധേട്ടൻ ഒരു വിക്കിപീഡിയാണ് സഞ്ചരിക്കുന്ന. എന്തിനെ കുറിച്ചും എന്തിലും രാധേട്ടനെ ഒന്ന് കൈവച്ചിക്കാം. തൊട്ടുപോകാത്ത മേഖലകളില്ല. എല്ലാ മേഖലകളിലും ഒന്നും ഇങ്ങോട്ട് കയറി ഇറങ്ങി കാണും. ഇപ്പൊ കൊറേ ഒന്നും നിലനിന്നിട്ടില്ലെങ്കിലും കേറിയിട്ടുണ്ടോ? സ്വാതന്ത്ര്യത്തില് കാല് വെച്ചിക്കണോ? സ്വാതന്ത്ര്യ സമരത്തിൽ കൂടിയിരിക്കണോ? ഏത് വർഷം ജനിച്ചത്? ഞാൻ 55-ലാണ്. 55-ലാണ്. അപ്പൊ ഇതിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? സ്വാതന്ത്ര്യം ഇന്ത്യക്ക് എന്നാ സ്വാതന്ത്ര്യം കിട്ടി? ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ദിവസം 1948. ഓഗസ്റ്റ് 5. ഓഗസ്റ്റ് 6. ഇപ്പൊ ഇപ്പോഴത്തെ റിപ്പബ്ലിക് ഡേ അന്നേ തലേന്ന് എന്താ പറയാ അങ്ങനെ പറഞ്ഞിക്കണോ? പറഞ്ഞിക്കണന്ന് ഇപ്പൊ റിപ്പബ്ലിക് ദിനം സ്വാതന്ത്ര്യ ദിനാക്കി. പരിപാടിക്ക് പോണ്ടേ? സ്വാതന്ത്ര്യ ദിന പരിപാടിക്ക് പോണ്ടായിരുന്നു. ജനുവരി തന്നെ സ്വാതന്ത്ര്യ ദിനോ? ഓന് ആകെ കിട്ടും കുറച്ച് കുസൃതി ചോദ്യം. പക്ഷെ ആള് സ്നേഹമുള്ള ആളാ അല്ലേ രാധേട്ടാ? എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ പേടിയാന്നുള്ളൂ. എന്താവും എന്നുള്ളൊരു സംഘണ്ട്. അതെന്താ രാധേട്ടാ അവിടെ തുടങ്ങി? അതിപ്പോ പുതുതായിട്ടൊരു ഇത് തുടങ്ങിയാലേ കച്ചവടമൊന്നുമില്ല, വെറുതെ തുടങ്ങി. വെറുതെ മറ്റേ ബിൽഡിംഗ് മുതലാളിക്ക് വാടക കൊടുക്കാൻ ഓരോ ബിസിനസ്. അതൊക്കെ വാടകയ്ക്ക് കൊടുക്കാനേ. ഇവനൊക്കെ ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിട്ട് എത്ര കാലായി? പോണ്ട സ്കൂൾക്ക് സ്വാതന്ത്ര്യദിനം എന്നൊക്കെ ഇവിടെ ബ്ലോഗ് എടുത്ത് ഇറക്കല്ലേ? അത്ര കിട്ടിയ അതിന്റെ അടുത്തുള്ള അറിയാത്തോണ്ടല്ലോ മറന്നതാണ്. അറിയാത്തോണ്ട് തന്നെയാണ്. എന്റെ നിലനിൽപ്പിന് കാരണമായ വർഷം എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഉണ്ട് ഇതിലും നിങ്ങൾ ശ്രദ്ധിക്കാറ് പലരോടെ. ജീവിതല്ലേ ജീവിതല്ലേ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെ രാധേട്ടൻ ഉണ്ടെങ്കിണ്ടല്ലോ അതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടാവും. സ്വാതന്ത്ര്യദിനം അന്ന് രാധേട്ടൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യദിന പരിപാടിയിലും കുറച്ച് കനത്ത് പണിയെടുത്തിക്കണെങ്കിൽ നമ്മളെ ഫോട്ടോ തന്നെ വന്നിനി. അല്ല രാധേട്ടന്റെ ഫോട്ടോ അല്ല ഗാന്ധിജിന്റെ ഫോട്ടോ മാറ്റിയാണെന്നൊക്കെ പറയണേ രാധേട്ടാ. അതായത് കേന്ദ്രത്തിക്ക് ഇപ്പൊ വല്ലാതെ ഇടപെടലില്ല. ഇപ്പൊ നാട്ടിലത്തെ കാര്യങ്ങൾ കൊണ്ട് തന്നെ നടക്കാൻ വയ്യ. എടാ സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ വിക്കിപീഡിയ ഒക്കെയാണ് രാധേട്ടൻ അന്നത്തെ കാലത്ത്. അതായതല്ലോ ഇന്റെ വെല്ലിപ്പാന്റെ കമ്പനിയാണ് രാധേട്ടൻ, ഇന്ത്യൻ കമ്പനിയാണ് രാധേട്ടൻ. തലമുറകൾ കൈമാറി വന്ന ബെസ്റ്റ് ഫ്രണ്ടാണ് രാധേട്ടൻ. അതെന്താ രാധേട്ട പറയാനുള്ളത്? അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല രാധേട്ട. അതായത് എല്ലാവർക്കും വാപ്പാന്റെ ഫ്രണ്ട്സിന് ചിലപ്പം ഒരു വിട്ടുന്നുള്ള കമ്പനി ഉണ്ടാവും. വെല്ലിപ്പാന്റെ ഫ്രണ്ട്സിനൊന്നും എനിക്ക് തോന്നണില്ല കേരളത്തിലെ ഒരാളും വെല്ലിപ്പാന്റെ അല്ലെങ്കിൽ കേരളത്തിലല്ല ലോകത്തിൽ തന്നെ ആരും വെല്ലിപ്പാന്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരാളപ്പം പേരക്കുട്ടി ഇങ്ങനെ ചില്ലായി നടക്കുന്ന ഒരു സംഭവം വേറെ എവിടെയും നടക്കണത് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു രാധേട്ടൻ തന്നെ ഉള്ളൂ. ഇന്നിപ്പോ കേരളത്തിൽ പലർക്കും പല ബെസ്റ്റുകൾ ഉണ്ടാവും, പക്ഷെ അനക്ക് കിട്ടിയ ബെസ്റ്റ് അത്രേ ഉള്ളൂ.
ആ രാധയുടെ ഒരു മുതലാണ്. ഇങ്ങനെ ഒരു ബെസ്റ്റ് ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ കള്ളുഷാപ്പിന്റെ റോഡ് ഏതാ? കള്ളുഷാപ്പ് അങ്ങോട്ട് നടുവത്തേക്ക് പോകുന്ന റോഡല്ലേ? സയ്യ കോളേജിന്റെ റോഡേ, ബിവറേജിന്റെ കുറച്ചും കൂടി ആട് പോയിട്ട് വലത്തോട്ട്. പാട്ട് പാടും. പാട്ട് പാടാൻ അറിയില്ല, അതിന്റെ തൊള്ളേ പറ്റില്ല. അല്ലേ അനുവടി പോവും. അക്ഷരം വരില്ലടാ. അതല്ല അക്ഷരം അക്ഷരം കിട്ടില്ല. അല്ല. അക്ഷരം കിട്ടില്ല. അനുവടി പോവും. അതന്നെ. അവിടുന്ന് വലത്തോട്ട് കേട്ടോ. വലത്ത് വലത്ത് അതാ. എന്ത് ഫ്ലവർ നെസ്റ്റ്. അതാ ഫ്ലവറിന്. എന്തിന് ആടാ ഗോളി എടുത്തു പറഞ്ഞിട്ട് ഓനെ അടിച്ചടോ. അങ്ങനെ കുറെ ഹോബികളാണ്. ആന്ന് കീപ്പർ ബോൾ എടുക്കാൻ പറ്റൂല. ആന്ന് ഇവൻ അതിന്റെ ഗോളില്ലേ, ഗോൾ പോസ്റ്റില് ഗോളിക്ക. അതിലിപ്പം പന്തടിച്ചപ്പോ ഗോളി തടുത്തു. ഗോളിന്റെ പണി അതിനല്ലേ, ഒരു ഗോളിനെ പഠിച്ചു. ഫ്ലവർ ഷോന്റെ മുതലാളിയാണോ? എവിടെ എത്തിയ ഇത് രാധേട്ടന്റെ ഇതാണോ? ആ രാധേട്ടനാണ് ഡീൽ ചെയ്തത്. അതായത് നാട്ടിലത്തെ മാനേജർ പാലാമടത്തിലെത്തി. പാലാമടത്തി പേയ്മെന്റ് വാങ്ങിക്കോളി നിങ്ങള്. എന്നിട്ട് അങ്ങനെ നമ്മളെ സെറ്റാക്കി കൊടുക്കണമെങ്കിൽ പൈസ വാങ്ങിക്കൊണ്ടിട്ടോ, സെറ്റിൽമെന്റ് ചെയ്തോണ്ടി ചില്ലറ. ആ അതിന് എന്ത് കിട്ടാലും നിങ്ങള് അല്ലേ? വണ്ടി ഓടേണ്ട ഇതിന് ആ അതന്നെ. വണ്ടി കുറച്ചുള്ളൂ, ലേശം ഒരു അരപ്പറ ബസ് അരപ്പവനോ? ഇവിടുന്ന് വലത്തേക്കാണോ? നടുവത്തേക്ക് അടുത്തേക്കല്ലേ രാധേട്ട പോവാ? വലത്തോട്ട് ഓട്ടോറിക്ഷ പോണ ആ റോഡിൽ നേരെ വലത്തോട്ട് പോകും. അപ്പൊ എന്തായാലും ഇനി ഫ്ലവർ ഷോയിലെത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. സോ സബ്സ്ക്രൈബ്. വി ആർ ഗോയിങ് ടു ഹിറ്റ് 29 lakh സബ്സ്ക്രൈബേഴ്സ്. ശനി ഞായറും വ്ളോഗ് കാണുന്നവർ മസ്റ്റായിട്ടും മിസ്സാക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേണ്ടതാണ്. താങ്ക് യു സുഹൃത്തുക്കളെ. ഇതാ ഞമ്മളെ നാട്ടിലോ ആണ് മുന്നേ എടുത്തോ? ഇത് നമ്മളെ നാട്ടിലാണ് ഗായ്സ്. ഇതാണ് ഞങ്ങളെ നാട് കേട്ടോ. പ്രൗഡ് മൊമെന്റ്. ഞങ്ങളെ നാട്ടിലും സൂര്യകാന്ത് വന്നതിന് മുതലേ രാധേട്ടാ പ്രതീക്ഷിച്ചിട്ടില്ല. ആ സത്യം. പോട്ടെ നമ്മൾ വണ്ടി വിടണ്ടല്ലേ? വണ്ടി അവിടെ പോയിട്ട് ഗ്ലാസ് തുറക്കണ്ടോ? ഇതൊക്കെയാണ് എന്റെ പ്രശ്നം. വലത്തേക്കാ കിട്ടടാ. എന്നിട്ട് ഇവിടുന്ന് ബാക്ക് എടുത്തിട്ട് ഈ നാട് മൊത്തം ഇളക്കി വരുന്നതാ. ബാക്കിൽ നിന്നൊക്കെ ഒന്നായിട്ട് വരുന്ന ആള്. ഈശോ ഇവിടെ ഈശോ. നേരെ റിവേഴ്സ് പോവാ. അപ്പൊ സുഹൃത്തുക്കളെ, അയ്യോ പേരും പൊടി വാങ്ങിച്ച. ഏത് കുട്ടികളെ ഫോട്ടോ എടുക്കാൻ? ഹായ് കാ. വാലേക്കും അസ്സലാം. എന്താ വർത്താനം? സുഖല്ലേ? ഹായ്. ഹായ്. എന്താ വർത്താനം? ഇത് സഹിയ കോളേജാ? ഓ ഓക്കെ. ഇറങ്ങി കണ്ടോളി എല്ലാരും. ഞങ്ങളിങ്ങനെ അതിലെ പോയതാ. ഞാൻ ജിമ്മയൊക്കെ. ഹായ്. ഹലോ.
ഹായ് ഹായ് കുട്ടാ ഹായ് കണ്ടോക്കി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ നാട്ടിലെ തന്നെ ഹായ് പാലാമടത്ത് നമ്മളെ സഹ്യ കോളേജിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മളെ നാട്ടുകാർ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സൂര്യകാന്തി തോട്ടത്തിലാണ്. അപ്പം എല്ലാവർക്കും ഇത് കാണണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നാണ് കേട്ടോ. ഭംഗിയൊന്ന് കണ്ടോക്കി ഇതിൻ്റെ. ഓ ഇങ്ങനെ കയറാൻ പറ്റുമോ? നല്ല രസമല്ലേ? എടാ സൂര്യകാന്തിയൊക്കെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവുമോ ജിംഷ? അതുകൊണ്ട് തേനീച്ചുണ്ട് കേട്ടോ അവിടെ. കുത്തിയ കോമഡി ആവും. സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കല്ലേ? നോക്ക് ഇത് കാണിച്ചു കൊടുത്തോക്ക്. അപ്പോൾ ഇതാ സൂര്യകാന്തി. എടാ തേനീച്ച ഉണ്ട് കേട്ടോ. നോക്ക് തേനീച്ച കുത്തിയാൽ നല്ല രസം കേട്ടോ. ഓ checking the video clarity of iPhone 17 Pro Max. Vibing in Suryakanthi Thotam with my chunks. സൂര്യകാന്തി വൈബ്സ്. നമ്മള് കറക്റ്റ് കാക്കന്മാരായിട്ടോ. ഫ്ലവർ ഷോക്കൊക്കെ പോണോടോ. ഓ എന്താ രസം വ്ളോഗ്. എടാ കൺകുളിർക്കെ കണ്ടോളിട്ട് എല്ലാവരും. അപ്പോൾ സൂര്യകാന്തി തോട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ റയറാണ് കേട്ടോ. അതായത് സൂര്യകാന്തി ഇത്രയും വെച്ച് പിടിപ്പിച്ചുണ്ടാവുക എന്ന് പറയണത് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. അപ്പം ഇത് ഉണ്ടാക്കിയൊക്കെ ഒരു കർഷകനാണ് കേട്ടോ. അപ്പം ഓ വിഷ്വലൊക്കെ ഇഫ്ര സ്റ്റൈലിൽ പോന്നോട്ടെ. സ്റ്റൈലാക്കി ഇങ്ങനെ പോന്നോക്കെ നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ടാ. ഓ മോനെ ഏതാ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കും ഇവിടെ? ഇത് ഫുൾ ഉണങ്ങിയാലും ഓയിലാവുക? സഹ്യ കോളേജിലോ? എടാ ഇതിന്റെ അപ്പൊ സൺഫ്ലവർ സീഡ്സ് എവിടെയാ ഉണ്ടാവുക അറിയാനേ? ആരോടൊപ്പം ചോദിച്ചു മണ്ണിലേ. എന്നിട്ട് സൺഫ്ലവർ സീഡ് എനിക്ക് ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യത്തിന് ഓർമ്മല്ല. ജിംഷ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് സീയും വിഷ്വലും കേട്ടോ. നോക്കിയോ ഒരു തേനീച്ച അല്ലാത്ത സൂര്യകാന്തിൻ്റെ ഒരു മുടുക്കേനി. എല്ലാത്തിനും തേനീച്ചുണ്ട് മോനെ. എടാ അതിൽ ഒരു സൂര്യകാന്തിൽ ഒരു തേനീച്ച വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തേനീച്ചക്കും അതളകി എന്തേക്കാരം ഇവിടെ അവസ്ഥ? ഇത് ചെറുതേന്. അതായത് ഓരോന്നിലും ഓരോ തേനീച്ച വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും പൂല് ഓരോ തേനീച്ചയിലും ഒന്നിന് വെച്ച് മതമിളകിയാൽ നമ്മളെ കാര്യം കുതാഹവ. ഇക്കത് എത്ര ദിവസം എടുത്ത് ഇങ്ങനെ ഉണ്ടാവാന്? 2 മാസം. ഓ 2 മാസത്തെ എഫേർട്ടാണല്ലേ? മല്ലിക 2 മാസം. ഇത് എല്ലാത്തിന്റെ അടി കൂടെ പൈപ്പ് ഉണ്ട്. എല്ലാത്തിനും പൈപ്പ് ഉണ്ട്. തിരിനന പോലെ അല്ലേ? ആ എന്തേലും ചോദിക്കണ്ടേ? ഡൗട്ട്സ്. എടാ ഒരു സൂര്യകാന്തി ഉണ്ടല്ലോ നമ്മളെ ഹൈറ്റുള്ള സൂര്യകാന്തി. നമ്മളെക്കാട്ടിലും ഹൈറ്റ് ആയോ? അത് മോശമല്ലേ? നമ്മളടി പോയല്ലോ. പരിക്ക് പറ്റാത്ത ഡൗട്ടുകളാണ് ചോദിക്കണത്. ഇതൊക്കെ നമ്മളെ ഹൈറ്റ്. ഒരാളെ ഹൈറ്റുള്ള സൂര്യകാന്തിട്ടാ. ഇക്കത് നമ്മളെ വീട്ടിലുണ്ടാവും. ആണോ? പക്ഷെ എത്ര അധികം ഉണ്ടാവണമെങ്കിൽ നിങ്ങളെ പോലെ വിചാരിച്ചാൽ തന്നെ ഉണ്ടാവുള്ളൂ. ഒന്നൊക്കെ നമുക്ക് രസത്തിലുണ്ടാവും. ഇങ്ങനെ 10,000 സൂര്യകാന്തി ഉണ്ടാവണമെങ്കിൽ മൂപ്പരെ പോലെ വിചാരിക്കണം, എന്നാലേ ഉണ്ടാവുള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് നമ്മളെ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളെ നാട്ടിലത്തെ എല്ലാവർക്കും സൂര്യകാന്തി നമ്മൾ ഊട്ടിയിലും മറ്റേ എവിടെ ജിംഷ ഉണ്ടാവില്ലത് ഗുണ്ടൽപേട്ടൊന്നും പോവാണ്ട് സൂര്യകാന്തി പരിപാടികൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പാലാമടത്ത് തന്നെ ഉണ്ട് കേട്ടോ. നിലമ്പൂരുകാർക്കൊക്കെ, നിലമ്പൂർ, എടവണ്ണ, അരീക്കോടുകാർക്കൊക്കെ കാണാനും പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ട് പരിപാടികൾക്കൊക്കെ വരാൻ പറ്റണവർക്കും ആഗ്രഹിക്കണവർക്കൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന പരിപാടി കേട്ടോ. കാരണം
കല്യാണം പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രൈഡുമാർക്കും ഇവർക്കൊക്കെ വെറും ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് ഫോട്ടോ എടുക്കാതെ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷൂട്ട്സ് കുറച്ച് ജിംഷാനെ പോലുള്ള ബുദ്ധിയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് കയ്യിലുണ്ടെങ്കിൽ സൂപ്പറായിട്ട് വെഡ്ഡിങ് ഷൂട്ടും പരിപാടിയും 2 ഫോട്ടോ ഒക്കെ ഒരു ഏർലി മോർണിംഗ് വന്നാൽ നിങ്ങൾക്ക് കിടലിനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. സൂപ്പർ പരിപാടി. ഓ വണ്ടി കിടക്കണോ ആ സീൻ എടുത്തോക്ക്. മോനെ ജിംഷ അല്ല ബാസിൽ ഈ ശിലോക്ക് കാണികളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ജിംഷാദ് നിങ്ങൾക്ക് മുന്നിലൊരുക്കുന്ന ഫോട്ടോഗ്രാഫി മാമാങ്കം വീഡിയോഗ്രാഫി മാമാങ്കം. ഹായ് നല്ല ഭംഗിയില്ലേ? ഓ അത് കണ്ടവനെ നയിച്ചിട്ടാ വണ്ടി നിർത്തിയിട്ട് നല്ല രസല്ലേ. ഇനി ഒരു കാര്യം അവിടെ ബസ്സൊക്കെ ഉണ്ട്. എവിടെ? അപ്പുറത്തെ സൈഡിന്റെ ബാക്ക്. അത് നമ്മൾ തന്നെ. എന്തൊക്കെ കൃഷികൾ ചെയ്യുന്നുണ്ട്? ഒരുപാട് കൃഷികളുണ്ട്. വാഴ, പൂള, പച്ചക്കറി എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ തണ്ണിമത്തനുണ്ട്. പാരമ്പര്യമായ കർഷകനാണ്. 30 വർഷമായി കൃഷി മേഖലയിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ബത്തക്ക ഉണ്ടാവും. അപ്പം നമുക്ക് ഉണ്ടാക്കേണ്ട പോലെ ഉണ്ടാക്കിയാൽ അതൊക്കെ ഉണ്ടാവും. ഞാനും കുഴിച്ചിട്ട് ഇനി പണ്ട് ബത്തക്ക എന്നിട്ട് ഇങ്ങനെ കണായി പടവലങ്ങ പോലെ ഉണ്ടായത്. ആ എന്തോ ഫാൾട്ട് പറ്റിയതാ. നിങ്ങൾ പിന്നെ കറക്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് പോണ രസമുണ്ടോ? ആ ഓ മല്ലികന്റെ അടുത്തും പോവാ. ആ പക്ഷെ കാണാൻ രസം സൂര്യകാന്തി തന്നെ അല്ലേ? പക്ഷെ അതിമല്ല തനിച്ചല്ല ആണല്ലേ. വെറുതെ നാളെ ഒരു പരിപാടി ഉണ്ടായ സ്ഥിതിക്ക് വെറുതെ ആ ഹലോ സഹ്യ കോളേജുകാർക്ക് വൻ വ്യൂ ആണല്ലോ ഇത്. ഓ പൊള്ളിക്കും. വണ്ടി കിടക്കണ സീരിയസടാ. ഉമ്മച്ചി ഏതെങ്കിലും തൈ എവിടെയും എടുക്കണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തപ്പി നോക്ക്. തൈ ഇങ്ങനെ ചെനക്കുണ്ടാവും. താങ്ക് യു മുത്തേ. എന്നെ പോലുള്ള 4 ആളുള്ളതാണ് എൻ്റെ ആകെയുള്ള സമ്പാദ്യം. ഹായ് എന്താ വർത്താനം? രാവിലെ തന്നെ എല്ലാവരും ഒരുങ്ങി വന്നിക്കണല്ലോ. വണ്ടി കിടക്കണോ? വണ്ണ് വെച്ചോക്ക്. ഓ ഫോട്ടോ ഒക്കെ എടുക്കും. ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ പോവുള്ളൂ. എല്ലാവരും ഫോട്ടോ എടുത്തിട്ടേ പോവുള്ളൂ. ഇല്ല പോവില്ല. ഞങ്ങൾ ബത്തക്ക കാണാൻ പോവാ. കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാം. ആ നല്ല രസം ഉണ്ടാവും അല്ലേ? നമുക്ക് സൂര്യകാന്തിനെ പെടുത്താലോ തമ്മില്. എന്താ സംസാരം? ജമന്തി ഇല്ലല്ലോ ഇതില്? ജമന്തി താഴത്തുണ്ട്. ഇതാണ് മല്ലികപ്പൂല്ലേ? ഇത് എത്ര കാലം നിൽക്കുക? 1.5 മാസത്തിന്. അപ്പം നമ്മൾ അവിടെയും കുറച്ച് കൃഷികളുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ വേണ്ടി ഈച്ചയിലെ പോയതടാ. വന്നിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇക്കാക്കന്നെ ഇവിടെ ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ. അതിൽ പെട്ടതാണ് എടാ ഇതേപോലെ എൻ്റെ ബത്തക്ക കഴിഞ്ഞത്. ആ വൈതനങ്ങ പോലെ ഉണ്ടായി. ആ അത് സാധാ ഒരു മീഡിയം സൈസ്. പക്ഷെ ഞാൻ കുഴിച്ചിട്ട് ഇതേപോലെ കഴിഞ്ഞത്. ആ കൈവെള്ളം ചെയ്യുമ്പോൾ ബത്തക്ക ഉണ്ടാവും. ഉണ്ടായില്ലല്ലോ. നമ്മളൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നോക്കാനറിയോ? നമ്മളൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നല്ല നോക്കണം. ഇതിനൊക്കെ കൊണ്ടടക്കണം. എനക്കിങ്ങനെ കൃഷി ഫീൽഡിൽ ഇറങ്ങിക്കൂടെ? കവുങ്ങുണ്ട് തൊടുവില്. കൈവന്ന് അടക്കം ഉണക്കി വെക്കും. അതന്നെ ഉള്ളൂ. പൈസ കിട്ടണ പരിപാടികൾ മാത്രം. റബ്ബറുണ്ടോ? റബ്ബറൊന്നുമില്ല. റബ്ബർ തുടങ്ങണം. ഇതൊക്കെ
ഫുൾ പ്രൊട്ടക്ഷനിലാണ് പോകണം കേട്ടോ. എല്ലാ പരിപാടിക്കും ബൗൺസേഴ്സ് ഉണ്ടാവില്ല ഇങ്ങനെ. ഇത് പാലാമടത്തെ കുട്ടികൾ തന്നെയാണ്. നമുക്ക് ഇന്ന് ബൗൺസേഴ്സ് ഒന്നുമില്ല. പാലാമടത്തെ പിള്ളേർ തന്നെ സുരക്ഷാ കവാടം ഒരുക്കി. ചുറ്റിനും ഞാൻ കണ്ടു. ഞാൻ ഉണ്ടാക്കിയ ബത്തൊക്കെ ഇതേപോലെ അതിന് അല്ല ഇത് ഇതിലേറെ വലുതാവും. പക്ഷെ മൂപ്പരുത് സെറ്റായി വലുതായിടോ. ഇത് റാണി അതേപോലെ മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എല്ലാം ടേസ്റ്റ്. ആ ചുവപ്പും മഞ്ഞൊക്കെ രസമുള്ളതാണ്. എല്ലാ കളറും ഒട്ടിക്കണേ. അതൊക്കെ എത്ര സ്ഥലം? ഇത് 10 ഏക്കർ സ്ഥലമാണ് പോലെ. ഇതോ ഇത് മാത്രം ഈ കണ്ണ് മാത്രം വത്തക്ക മാത്രം മൊത്തത്തിൽ 10 ഏക്കറിൽ ബത്തക്ക കൃഷി. എന്താണ് 10 ഏക്കറിൽ ബത്തക്ക കൃഷി? അള്ളാ പഠിച്ചോനെ കിട്ടേ. ബത്തക്ക കൃഷി പറഞ്ഞോല്ലേ. ഓലൊക്കെ പഠിക്കണ കുട്ടികളാണേ. മാഷാ അള്ളാ അടിപൊളിയാണ്. മുത്തേ നമുക്കുണ്ടായിരിക്കും ഒരു കാലം ജയിച്ചൊക്കെ ഇട്ട് ഒരു ടെൻഷനും ഇല്ലാത്ത. ഇപ്പൊ ടെൻഷനൊന്നും ഇല്ലല്ലോ ലൈഫിൽ. ബുദ്ധിമുട്ടുകളും പരിഭവങ്ങളും ഒന്നും ഇല്ലല്ലോ. സ്ട്രെസ്സൊന്നും ഇല്ലല്ലോ. ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്തോളി. വലുതായാലൊക്കെ ഇടങ്ങേറാണ്. ഈച്ചോ ഒരു ബത്തക്ക മുറിച്ചാ? ഒരു ബത്തക്ക കുറച്ചാ? സുഹൃത്തുക്കളെ അങ്ങനെ പാലാമടത്തെ മൊത്തം കൂട്ടായ്മകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെ വെച്ചാലും ഫ്രെയിം ആട്ടോ അല്ലേ. ഒരു ഈവനിങ് ഒക്കെ വന്നാൽ നല്ല രസം ഉണ്ടാവും അല്ലേ. ഊട്ടിയൊക്കെ പോലെ അല്ലേ ആ ഭാഗമൊക്കെ കാണും. ഈച്ചോ ഇതാ നമുക്കൊരു ഐഡിയ ഉണ്ട്. എന്നാ ഈച്ചോ ജൈവപരമായിട്ട് ഉണ്ടാക്കുമ്പോ കുട്ടികളെല്ലാരും അങ്ങനെ തന്നെ നിന്നാളേ. മുറിച്ചോടുക്ക്. അതേ വള്ളി മുറിച്ചേ. ഇങ്ങോട്ട് പൊന്തിച്ചിട്ടൊന്ന് കുണ്ടപ്പനായി നിന്ന ചെറുപ്പത്തില് വള്ളി ചവിട്ടാതോ. ബത്തക്ക ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? കിട്ടിയാൽ എത്ര പേര് തിന്നും? എത്ര ആള്? എത്ര ആള് തിന്നും? പാലാമടത്ത് ബത്തക്ക ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? 1 2 3 4 5 അതുണ്ട്. പന്ത് പോലത്തെ ബത്തക്കടാ ഉണ്ടല്ലോ. അപ്പൊ ബത്തക്ക 5-6 ആൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. 5-6 ആളെ ഇഷ്ടപ്പെടുന്നു. ഫലൂദ ഐസ്ക്രീം ആണെങ്കിൽ എത്ര പേര്? ഇങ്ങനെ മതിടാ തരൂട്ടോ. ബത്തക്ക മുറിച്ച് കണ്ടോളിയും. അപ്പോ ബത്തക്ക മുറിക്കുകയാണ് ഈച്ചു. ചെറിയ കുട്ടിയെ കൊടുക്കട്ടോ ഫസ്റ്റ്. ലേഡീസ് ഫസ്റ്റ്, കിഡ്സ് ഫസ്റ്റ്. വത്തക്ക മുറിയണ വെച്ചേക്കണ്ടേ. എടാ കൈ അടിക്കടാ. കാണികളും ഒന്നടങ്കം കൈയടിച്ച് മുറിച്ച ബത്തക്കയെ വരവേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഉള്ളിൽ കൈ വെക്കല്ലോ. തോടുമ്പോ കൂടെ അത്രയും വെച്ചോളി. ഈച്ചോ കുട്ടിയാൾക്ക് മുറിച്ചു കൊടുത്താ ഫസ്റ്റ്. അല്ല ഒരു കട്ട് കൂടി ചെയ്തിട്ടേ പീസ് ആക്കിയാണ് എല്ലാ മക്കളും കൊടുക്കി.
വത്തക്കൊക്കെ സൂം ചെയ്തൊക്കെ ഇവനെ മുറിച്ച് ഏൽപ്പിച്ചേ ഇപ്പം എടാ ഈസാനെ മുറിച്ച ഷീറ്റൊക്കെ കീറിട്ടോ എടാ ഷീറ്റും തീരുന്നതിനൊക്കെ പാടെ ഇപ്പം വത്തക്കൻ്റെ ഒപ്പം വിതരണം ചെയ്യും കേട്ടോ. എല്ലാ നാട്ടിലും ഉണ്ടാവട്ടെ അങ്ങനത്തെ ആൾക്കാർ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും കയറി ഏറ്റെടുക്കണേ. അങ്ങനെയുള്ളവർക്കൊരു പാടാവട്ടത്. LKG കുട്ടികളൊക്കെ ഇപ്പം എൻ്റെ വത്തക്കൊക്കെ കാത്തിക്കട്ടോ. കുട്ടികളൊന്നും സ്കൂളില്ലാതെ വന്നേക്കെ കേട്ടോ, ചായ കൂടി കുടിച്ചാൽ വന്നേക്കെ, ആകെ വത്തക്കേ ഉള്ളൂ. റിനാനേ ഈച്ചോ അങ്ങനെ ഓരോ കടി അടിച്ചാണ് എല്ലാവരും ഇവിടെ ഈ സെറ്റപ്പ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. ആ കടിച്ചോളിയും. ആ തിന്നാണി പത്തക്ക, ആ തിന്നോളിയും. ആ ഓരോരുത്തർ വരൂ. ബിസ്മിൻ ചൊല്ലി ഓരോ കടി അടിക്കൂ. ആ പത്തക്ക ഒന്നു സ്വാദിഷ്ടമായ പത്തക്ക. കബീർ ഖാന്റെ കൃഷിയിടത്തിലുണ്ടായ പത്തക്കയാണ്. പ്രൗഡ് മൊമെന്റ്. എല്ലാരും കഴിക്കൂ. ഒരു പീസ് അത് കുഴപ്പമില്ല, പൊട്ടിയാലും തിന്നും. ചെറിയ കുട്ടികളെ കയ്യിൽ തിന്നി. ടേസ്റ്റും കുഞ്ഞുമണി കുട്ടിക്കോട്ടെ ഈ വെയിലത്ത് ഫ്രിഡ്ജിന്റെ എന്തെങ്കിലും ഉണ്ടോ? ഇനി നമ്മളെ പള്ള രാവിലെ തന്നെ കാലിയാണ് തിന്നോ. ചായയും കടി പഴം പൊഴിഞ്ഞതും മുട്ടയാണ്. അവിടുന്നാണ് എന്നെ വലിച്ചു പോരുന്നത്. സ്കൂൾ മൊത്തം ഇവിടെ വിട്ടായി ബത്തക്കട്ടോ. ഞാൻ തീക്കറിഞ്ഞ ബത്ത കൃഷി സൗണ്ട് ചക്കൂല്ല. നോമ്പിന് മുടി കാണാതോ. ഹലോ ചെക്കിങ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്ത് അപ്പുറത്ത് ഇവിടെ ഈച്ചുനോട് വരാൻ പറയേ. ഈച്ചുവാ. ഇപ്പം നമ്മൾ കബീർ ഖാൻ്റെ കൃഷിത്തോട്ടത്തിൽ നമ്മൾ സൂര്യകാന്തി കണ്ടു, പിന്നെ മല്ലിക കണ്ടു, ബത്തക്ക, ചുവന്ന ബത്തക്ക കണ്ടു. ഇനി നമ്മൾ മുറിക്കാൻ പോണത് മഞ്ഞ ബത്തക്ക അല്ലേ. അപ്പം മഞ്ഞ ബത്തക്കയും നമ്മുടെ നാട്ടിലുണ്ടാവും കേട്ടോ. മഞ്ഞ പറഞ്ഞോ നോക്കിയിട്ട് മുറിച്ചും പറയാന്നൊക്കെ. കുറേ ഉള്ളതുണ്ടല്ലേ. മഞ്ഞവത്തക്കാർക്കൊക്കെ വേണം. മഞ്ഞവത്തക്ക കൈ ഒന്നിച്ച് ആള് കുറവാലോ. നിങ്ങൾക്കൊന്നും വേണ്ട, ഒരു വേണ്ട. അതിന്റെ ബാക്കൊക്കെ ഒന്ന് നോക്ക്. അപ്പൊ കബീർ ഖാന്റെ തോട്ടത്തിലെ മഞ്ഞ വത്തക്ക മുറിച്ചുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. സൂപ്പർ വത്തക്കല്ലേ. ആ ജിംഷന്റെ കളർ കാണിച്ചു കൊടുത്തോക്ക് കേട്ടോ ഗൈസ്. മഞ്ഞ വത്തക്ക നമ്മളെ നാട്ടിലും ഉണ്ടാവും കേട്ടോ മഞ്ഞ വത്തക്ക. ഇതൊന്നും നമുക്കറിയില്ല. ഇഷ്ടപ്പെടുന്നു. ഞാനൊക്കെ കരുതി ഇതൊക്കെ പുറമേ നിന്ന് ഇറക്കുമതി ചെയ്യാനാണ്.
അല്ല നമ്മളെ നാട്ടിലെ കഴിവുള്ള കർഷകർക്കും വേണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് മഞ്ഞ വത്തക്ക. ആർക്കൊക്കെ വേണ്ടി കൈ ഒന്നിച്ച് മഞ്ഞ വത്തക്ക വേണ്ടവർ കൈ ഒന്നിക്കുക. ഓൾറെഡി ചുവന്ന വത്തക്ക മുഖത്തുള്ളതാണല്ലോ മഞ്ഞക്കും പൊന്തി. പൂപ്പാടം കാണാൻ വരുന്നോലേ ചാക്കെടുത്ത് വരാൻ മറക്കണ്ട. വത്തക്ക കൊണ്ടുപോണെങ്കിലേ പൊടിയുണ്ട് മുറിച്ച ആൾക്കാരെ അനങ്ങാതെ കിട്ടും. എല്ലാവരും പൊടി വരുന്നുണ്ട്. ഭത്തക്കനെ കണ്ടിട്ടേ ഷമാമ വരെ കൺഫ്യൂസ്ഡ് ആയി പോയി. ഇതാ പിടിക്കും. മഞ്ഞ വത്തക്ക വേണ്ടവർ ഓരോന്നോരോന്നായി കൈമാറേണ്ടതാണ്. കൈ ഒന്ന് ചൊൽക്കൊള്ളൂ കേട്ടോ. ആരാ കൈ ഒന്നിച്ച് കൈ പൊന്തിക്കാത്ത പോലെ വലിയ കൈയാണല്ലോ. സംസാക്കെ ടേസ്റ്റ് ഒന്നും പറയല. നോമ്പിന് ഇത് പുറത്ത് കൊടുക്കോ? അപ്പൊ നോമ്പിന് ബത്തക്ക വേണ്ടല്ലോ. ഹോൾസെയിൽ ആയിട്ടല്ലേ? ഹോൾസെയിൽ റീറ്റെയിൽ എങ്ങനെ കൊടുക്കല്? ഓക്കെ. അപ്പൊ ഇവിടെ വരുന്നവർക്ക് ബത്തക്കയും കൊടുക്കണോ? എന്നും കിട്ടില്ല, ഉണ്ടാവുമ്പോ ഉണ്ടാവുള്ളൂ. വാണ്ടിയില് വേഗം വന്ന് തിന്നോണ്ടി. ബത്തക്ക അല്ല ഒന്നും കിട്ടില്ല. പേരും തിരക്ക് ഇവിടെ തള്ളിട്ടോ. എന്താ ആഫിക്ക് മിസ്സായി. ആര് ഒടുക്കത്തെ ടേസ്റ്റ് മാഷാവാ. ഉഷാറാവട്ടെ. എടാ ഒന്ന് തിന്നിട്ട് ഇരിക്കടാ. അടുത്ത അയ്യോ ഇറച്ചി വെട്ടണ പോലെ പോണ. ചട്ടം പോറി പെണ്ണുങ്ങളെയും കൊണ്ടൊരു യാത്ര പോന്ന ആദ്യമായിട്ട് ഭർത്തക്ക കഷ്ടങ്ങൾ ചൊപ്പിട്ടാന്നു. കഴിക്കട്ടോ. കഴിക്കാത്തത് കഴിക്കും. മഞ്ഞ വത്തക്ക ജിംഷാജി കഴിച്ചോ? അത് നോക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ്. ആ എവിടെ മുതലാളി ഒരു പീസ് നീ നമുക്ക് എപ്പോഴും നിന്നാലോ. You everybody in the house in the Barcelona. I'm a gangster killer. Time's no mistake. This is no thriller. Time what is the base? Still they're getting brace. Everybody's coming on like four little brothers. ഈ മൊയലാളി ഇതുവരെ ഒരു കഷ്ണം തന്നിട്ടില്ല. മുതലാളിക്ക് എപ്പോഴും തിന്നാന്ന് എപ്പോഴും ഹായ്. രണ്ട് ഹായ് പറയും. കുടുംബശ്രീ എല്ലാരും ഉണ്ടല്ലോ. കുടുംബക്കാരാണ്. അതന്നെ കുടുംബം. താങ്ക് യു. കിട്ടിയില്ലേ? എന്നാ മറന്ന ഞാൻ എടുക്കട്ടെ. കിട്ടിങ്ങനെ മാറിക്കാട്.
അവിടെ അങ്ങ് തള്ളിക്കാടിക്ക എന്നിട്ട് കടിക്കേ തിന്നോലേ. എനിക്കില്ലേ വെറും വയറ്റില് പത്തൊക്കെ നല്ലായി പുറം എനിക്ക് മെല്ലെ നടന്നാലേ നിമിഷ ഏതാ വാ ഒരു കളറും കൂടി നോക്കും നമ്മള്. എത്ര പേർക്കാ വേണ്ടിയ ബത്തക്ക? കൈ പൊന്തിക്കൊള്ളൂട്ടോ. നേരത്തെ കൈ പൊന്തിക്കാത്തോലൊക്കെ എടുത്തിട്ടുണ്ടോ? മാറിക്കല്ലേ ഇതില് കളർ വരും. ആ ശരിയാ. കളറുണ്ടെ കൈയടിക്കണം കേട്ടോ. മഞ്ഞ കളറാണ് എല്ലാരും കൈയടിക്കണം കേട്ടോ. കൈ ബത്തക്കന്റെ അടുത്തേക്ക് വെക്കല്ലിട്ടോ. ആ മഞ്ഞ ബത്തക്ക അതിന്റെ തനതായ കളർക്ക് പോകും. അടക്കി കേട്ടോ. അയ്യോ തിരക്കൂട്ടിട്ടേ എല്ലാരും കൈ കത്തി മക്കളടാ. ചോറ് വിളമ്പൽ കൈ കത്തിന്റെ അടുത്തേക്ക് അതില് പോയിക്കോളി. കുട്ടിയോല് പോയാ പിന്നെ ആള് കുറയണം. കിട്ടാത്തോല് മുന്നിക്ക് വരി, കിട്ടാത്തോല് മുന്നിക്ക് ബെൽറ്റെടുത്തോ. അന്ത പോലെ ബാക്ക് തിന്നിടാ. ഒന്ന് കഴിയുമ്പോ പണി തരാൻ ഞാനെന്താ അതല്ലേ. മാങ്ങ വത്തക്ക അല്ലേ കൂട്ടിയില് മുട്ടായി വിട്ട മാതിരി. ഏതാ വിതരണം ചെയ്തോടി. ഏത് കളറായാലും മഞ്ഞ രസമുണ്ട്. മഞ്ഞയും ചുവപ്പ് കൊടുത്തോ. പെയ്മായിട്ടോ പൈനാപ്പിൾ മുറിച്ചണ പോലെ പേ മുറിച്ചണ. ബത്തക്ക മുറിച്ചാണ്ട് കുഴങ്ങിട്ടോ. എനിക്കിനി വേണ്ട. അയ്യോ എനിക്കെന്ന് വെച്ചാലേ നെഞ്ചും പുറമേ എനിക്കും
എന്താ എല്ലാരും ഒന്ന് പറഞ്ഞു കിട്ടാ അതല്ല എനിക്ക് വത്തക്ക രാവിലെ തിന്നാല് അതായത് ലെമണിന്റെ പ്രൊഡക്ട്സ് ഒക്കെ തിന്നാല് നെഞ്ചും ആകെ വേദനയായി കുറച്ചേരം കുല്ലുമാലാവും ഞാൻ അതിനെ കൊണ്ട്. ഉമ്മച്ചിയുടെ വത്തക്ക എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നല്ലൊരു ഡേ ആയിട്ടോ, ഇന്നത്തെ ഡേ കൊണ്ടുപോയി. സുഹൃത്തുക്കളെ, പാലാമടത്തെ ജനങ്ങൾ മൊത്തം കൂടിയിട്ടുണ്ടോ? വണ്ടി ഹൈപ്പായി. എന്തിന്? നിങ്ങളെ റോട്ടുമ്മ കിട്ടാളി വണ്ടി ബായിംഷ എടുക്കാം, ഫോട്ടോ എടുക്കാം നമുക്ക്. ഇതാ അവിടെ നിങ്ങളെ സൂര്യകാന്തി കിട്ടുന്ന കോലത്തിൽ എടുത്തോളി, നിങ്ങൾ ഫാമിലി വരി. നിങ്ങളെല്ലാം എടുത്തോളി. അവിടെ ഇരുന്നോട്ടെ അമ്മ, മെച്ചിയെ ഓ ഇരുന്നോട്ടെ കൊയങ്ങീന്. ഓക്കെ എടുക്ക. ഓക്കെ ഇൻഷാല്ലാ നീ വരണ്ടേ? ബത്തൊക്കെ എന്നാ വരണ്ടേ? ഇൻഷാല്ലാ നാട് മൊത്തം ഉണ്ടോ, പാലാമട മൊത്തം കൂടി. ഹേയ് ബാ പോവാ. എന്നാ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും. ആ ബൈ ബൈ. കേറിയടാ. എന്താണ് ജൂനിയർ സംസൂസ്? ഉമ്മച്ചി ഇല്ല, അതില് പോയിട്ടില്ല. അവിടെ കുറച്ച് കച്ചവടക്കാരുണ്ട്. ശംസൊക്കെ കയറിക്കോളി. ഉമ്മേ രാധേട്ടനോ? അതാ രാധേട്ടൻ ഇനി വരുന്നില്ലേ? ഒരു വലിയൊക്കെ ഇട്ടിക്കണതാ. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ഹാനികരമാണ്. രണ്ടെണ്ണം കത്തിച്ച് അവിടെ ഇട്ടടോ. ചേച്ചിയെ ബസ് പിടിച്ച് പോകാൻ ഇനിയിപ്പോ തന്നെ വരി. രാധേട്ടാ കേറി കേറി. പോയിട്ടോ. നല്ലൊരു ദിവസമായി. ഞാൻ ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് ഇന്നത്തെ ദിവസം പറഞ്ഞ അത്ര അടിപൊളി ഒരു മോർണിംഗ് വൈബ് കിട്ടി. നല്ല ഇഷ്ടപ്പെട്ടു. കാരണം കൃഷി നമുക്ക് ചെയ്യാൻ കഴിയൂലെങ്കിലും കാണാൻ ഇഷ്ടമാണ്. അത് നല്ല ഇഷ്ടമായി. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത പരിപാടിയാണ് കൃഷി. പക്ഷെ അത് കൂട്ടിയാ കൂടുന്നതിൽ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം. പക്ഷെ എന്തെങ്കിലും നമ്മൾ കൂട്ടിയാ കുടിച്ചു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പറഞ്ഞത് നമ്മളെ അപ്പം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത പരിപാടിയാണ് കൃഷി. പക്ഷെ നമ്മളന്ന് സ്മാർട്ട് ടാക്സിയിൽ നമ്മൾ പോയ ടൈമിൽ, സ്മാർട്ട് ടാക്സി കോഴിക്കോടാണ്, നമ്മളെ വണ്ടി എടുക്കാൻ നമുക്ക് പ്രചോദനമായ ഒരു സംഭവം. കാരണം സൈലത്തിൻ്റെ പരിപാടിക്ക് കൊലപ്പം പോയി, കണ്ണൂർക്ക് കൊലപ്പം പോയി. അപ്പോഴാണ് ഈ വണ്ടീൻ്റെ സുഖവും ഗുണവും കംഫർട്ടൊക്കെ നമ്മൾ അറിഞ്ഞത്. കൂടുതലും നമ്മൾ ഈ വണ്ടി എടുക്കാൻ പ്രേരിപ്പിച്ചത് സ്മാർട്ട് ടാക്സിയാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രേരണ കിട്ടുക. അപ്പം നമ്മൾ വന്ന് കാണുമ്പോഴാണ് നമുക്കൊരു ഊർജ്ജം കിട്ടുക. ഇത്ര ഒന്നും ഇല്ലെങ്കിലും രണ്ട് കൃഷി ചെയ്യാലോ. കാണാനാ കേറിക്കോളി. കൂറ്റന്മാരുള്ളൂ കേട്ടോ സ്റ്റോപ്പ്. ഇങ്ങോട്ട് ബസ്സിന് വണ്ടി വരും കേട്ടോ. അപ്പൊ അവിടെ കയറലുന്നു കേട്ടോ. മൂന്നാളും വന്നു. ഇപ്പൊ ഇന്നൊരു അടിപൊളി ദിവസമായിട്ടാ. സൂപ്പർ ഡേ, വെരി ഹാപ്പി ഡേ, വെരി ബ്യൂട്ടിഫുൾ ഡേ. രാവിലെ തന്നെ ഭയങ്കര മംഗളകരമായ ദിവസമായി മാറി ഇന്നത്തെ ഒരു ദിവസം. സോ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ
ഈ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വേറൊരു കാര്യം കൂടി പറയേണ്ടത്, അത് എൻഡിങ്ങിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും പ്ലീസ് ടു സബ്സ്ക്രൈബ്, മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ നാളെ മറക്കണ്ട, കൊച്ചിയിൽ വൈറ്റിലയിലാണ് രാവിലെ 10 മണിക്കാണ് നമ്മൾ ഇനോഗ്രേഷൻ വരുന്നത്. രാവിലെ 10 മണി വൈറ്റില ഖുറാനീൻ്റെ അവിടെ എല്ലാവരും എത്തുക. നമ്മളെല്ലാവരും, നമ്മളെ ഫുൾ ടീം, ഇപ്പച്ചി, ഇമ്മച്ചി, ബാസിൽ, ഞാൻ, ഷാനു, ഡ്രെഡ്, ജിമ്മി, ഇഫ്ര, ലിയ, അച്ചു, എല്ലാവരും ഹായ്. ഒരു പ്രവാസിയാണ്, വീടൊക്കെ എപ്പോഴും കാണലുണ്ട്. വീടിന് മുന്നോട്ട് ഇങ്ങനെ പോന്നിരും അതവിടെ ഇറങ്ങി അവിടെ വേറെ ടീം പേരെന്താ ചെറുതിന്റെ? ഹലോ രാധേട്ടങ്ങളൊന്ന് കയറിക്കാണി. ഞങ്ങൾ വിട്ടിട്ടോ. ശരി ശരി, ബൈ 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 ബൈ. സി അയ്യോ ബൈ ബൈ. ഞാൻ എടുക്കാം ഇത് കുറച്ച് പവറിൽ എടുക്കണം. ഞാൻ എടുക്കാം. അപ്പൊ പോവാം. അപ്പൊ സുഹൃത്തുക്കളെ, രാധേട്ടന്റെ നാട്ടിൽ ഇറങ്ങാൻ പോവുകയാണ്. ഇതാ ആ വ്യൂ നോക്ക്, നാട്ടുകാരൊക്കെ നോക്ക്. അപ്പൊ രാധേട്ടന്റെ എപ്പോഴും നാട്ടുകാരെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് രാധേട്ടന്റെ എൻട്രി കേട്ടോ. നാട്ടുകാർ ഫുള്ള് ഞെട്ടിപ്പോയി രാധേട്ടൻ വന്നപ്പോ. രാധേട്ടൻ ഇപ്പൊ പണ്ടത്തെ റേഞ്ച് അല്ല. അതൊക്കെ ആടോ ഉപരിങ്ങനെ ആരെ പറഞ്ഞേ. രാധേട്ടപ്പ ഈ നാട്ടിലേക്ക് ഇല്ലാടിയാണേ. കുട്ടികളൊക്കെ വന്ന് സെൽഫി എടുത്ത് പോവാണെന്ന്. അയ്യോ ആൾക്കാരടിയിലൊക്കെ നിൽക്കുമ്പോഴേ. അപ്പൊ സുഹൃത്തുക്കളെ, വൈൻഡപ്പ് ചെയ്താലോ? മസ്റ്റായിട്ടും സബ്സ്ക്രൈബ്. അപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങൾ മറക്കരുത്. ഒന്ന്, നാളെ 10 മണിക്ക്, ഞായറാഴ്ച 10 മണിക്ക് നമ്മൾ രാവിലെ ബൈറ്റിലയിൽ ഖുറാനിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടാവും. 2, ഈച്ചുവിൻ്റെ പാട്ടിൽ മസ്റ്റായിട്ടും ചാമ്പക്ക ബൈ ഈച്ചു എന്ന് അടിച്ചാൽ ചാമ്പക്ക ഈച്ചു സോങ് നിങ്ങൾക്ക് ബസ്സിലൊക്കെ എഴുതി വിടും, ഭർത്തൊക്കെ കാട്ടിയിട്ട്. അപ്പം ചാമ്പക്ക ഈച്ചു സോങ് അടിച്ചെങ്കിൽ ഈച്ചുവിൻ്റെ പാട്ടും കിട്ടും. അതിൽ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക, ഈച്ചുവിൻ്റെ പാട്ട് കേൾക്കുക, നിങ്ങളുടെ റീൽസിനൊക്കെ ഓഡിയോ ആയിട്ട് യൂസ് ചെയ്യുക. സോ ഇറ്റ്സ് ബീൻ എ വെരി ഗുഡ് വീക്ക്. ഷാദി മസ്തി ഹിറ്റായി, ഈച്ചുവിൻ്റെ പാട്ടിറങ്ങി, വണ്ടി ഇറങ്ങി, ഓൾ തിങ്സ് ആർ ഗോയിങ് ഗുഡ്. അപ്പം പടച്ചവന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങളോടും ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. നാളെ ഉദ്ഘാടന വ്ളോഗിൽ കാണാം. കൊച്ചി വൈറ്റില വെച്ചിട്ട് കാണാം. രാവിലെ 10 മണിക്ക് കാണാം. സീ ഓൾ ദെയർ.